ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ ഷിയാസ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കുനാഫേൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കുനാഫ റെഡിയാക്കിയെടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുനാഫ ഡോൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുനാഫ ഡോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കുനാഫ ഡോ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, ഒരു നുള്ള് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് അതുപോലെ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മിക്സ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലെ കട്ടകളെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ കുനാഫ ഡോ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗും യൂസ് ആക്കാം കേട്ടോ. ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. അതിൻ്റെ ക്യാപ്പിൽ ഏറ്റവും ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇനി ഇതാ ഈ കുപ്പിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി മാറ്റി വെച്ച കുനാഫ ഡോ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ആക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഫ്രീസറിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച വരെ യൂസ് ആക്കാം കേട്ടോ. ഈ ഒരു അളവിന് ഒരു കുനാഫ ഉണ്ടാക്കാനുള്ള കുനാഫ ഡോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഒരു ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, ഇതെല്ലാം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം അതിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് കട്ടയില്ലാതെ മിക്സായി കഴിഞ്ഞാൽ സ്റ്റവിൽ വെച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇതൊന്ന് ചെറുതായി കുറുക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ചീസ് ട്രയാങ്കിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ക്രീം ചീസ് ട്രയാങ്കിൾസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഡോയിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 100 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ബട്ടർ എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ കുനാഫ ഡോ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ കുനാഫ ഡോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും ബട്ടർ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ബട്ടർ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുനാഫയിൽ എത്ര ബട്ടർ എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ബട്ടർ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോഴാണ് കുനാഫക്ക് ആ ഒരു ഗോൾഡൻ കളറ് വരിക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും നന്നായിട്ട് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് കുനാഫ ഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുനാഫ ഡോ ഇട്ട് കൊടുക്കുക നോക്കുക കേട്ടോ. നല്ല താഴത്തെ ലെയർ നല്ല കട്ടിയിൽ തന്നെ കുനാഫ ഡോ വെച്ച് കൊടുക്കുക.
ഇപ്പോൾ ഇതാ കുനാഫ ഡോ എല്ലായിടത്തും ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കൂടുതൽ ആവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൈഡിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുനാഫ ഡോ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ക്രീം പുറത്തേക്ക് വരും കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ മുകളിലും കുനാഫ ഡോ വെച്ച് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ക്രീം പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം കേട്ടോ ഈ കുനാഫ ഡോ വെച്ച് കൊടുക്കാൻ. ഇനി ഇത് 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ നീര് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീര് മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടാ. ഈ സമയം കൊണ്ട് നമുക്ക് കുനാഫ മറിച്ചിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുനാഫ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാനിലേക്ക് കുറച്ചും കൂടി ബട്ടറാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ മേൽഭാഗം താഴെ ആവുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് 2 സൈഡും ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിൽ 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറിയ ശേഷം ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഏത് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആൽമണ്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്താഷ്യോ എല്ലാം യൂസ് ആക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ട്രൈ ചെയ്തത് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.